അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ വാഴയില മേടിക്കാനായിട്ട് പോവാണ് കേട്ടോ. അതായത് നാളെ നമുക്ക് ഉച്ചയ്ക്ക് ഞാൻ വിചാരിക്കുന്നത് പൊതിച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അച്ചാച്ചനോട് പറഞ്ഞിട്ടില്ല കേട്ടോ, സർപ്രൈസ്. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ഇതെടുക്കാം കേട്ടോ. കാബേജ് ക്യാരറ്റ് തോരനും ഒന്നില് നമുക്ക് നമ്മുടെ ബീൻസ് മെഴുക്കുവരട്ടിയും വെക്കാം. രണ്ടും കൂടെ കരിഞ്ഞു പോയാലോ? അതെ, നമ്മളൊരു സൂപ്പർ വുമൺ ആണല്ലോ. അപ്പം ഞാൻ രണ്ടും കൂടെ പെട്ടെന്ന് വെക്കാമെന്ന് ഓർത്തിട്ട് ഗ്യാസും കത്തിച്ചിട്ട് അപ്പോൾ വെളിച്ചെണ്ണയും കടുകും ഒക്കെ രണ്ടിലും ഒരുപോലെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് സെറ്റാക്കി എടുക്കാമല്ലോ. അപ്പോൾ ഇതാ ഒന്നിൽ ഞാൻ പയർ മെഴുക്കുവരട്ടിക്കുള്ളത് ഇട്ടു, അടുത്തതിൽ കടുക് പൊട്ടിയതിന് ശേഷം ഞാൻ തോരനുള്ളതും കൂടി ഇട്ട് കൊടുത്തിട്ട്, എന്നിട്ട് രണ്ടിലും മഞ്ഞപ്പൊടിയൊക്കെ ആവശ്യമാണല്ലോ. പിന്നെ ക്യാബേജിലോട്ട് മാത്രം നമ്മൾ തേങ്ങ ചിരണ്ടിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ഉപ്പും വെള്ളവും എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് പെട്ടെന്ന് തന്നെ സെറ്റാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ മത്തിയും കൂടെ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇച്ചിരി കരിയാപ്പിലൊക്കെ ഇട്ടിട്ട് അത് ഏതൊരു മീൻ വറുത്താലും നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. എന്നിട്ട് ഇനിയിപ്പോൾ ഞാൻ അരിയും കൂടെ കഴുകി അങ്ങ് പെട്ടെന്ന് അടുപ്പിലോട്ട് അങ്ങ് ഇടാമെന്ന്, ആ കലത്തിലോട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ എടുത്തത് അരി തീർന്നു, വേറെ അരി ഇരിക്കുന്നുണ്ട് കേട്ടോ. അരിയെല്ലാം കഴുകി വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കലത്തിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, തിളച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്, കണ്ടില്ലേ. അതുപോലെ തന്നെ നമ്മുടെ മത്തിയും ഇവിടെ അപ്പുറത്ത് നല്ലപോലെ ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ നമുക്ക് പൊതിച്ചോറിന് ചമ്മന്തി മുഖ്യമാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ചമ്മന്തിയും കൂടെ അരയ്ക്കാൻ നോക്കിയിട്ട് പെട്ടെന്ന് ചമ്മന്തി അരച്ചു. പെട്ടെന്ന് തന്നെ കുളിച്ച് റെഡിയായി കേട്ടോ. എന്നിട്ട് ഞാൻ മുട്ടയും കൂടെ പൊരിച്ചിട്ട് ഇതാ വാഴയിലേക്കകത്തോട്ട് നമ്മുടെ ചോറും കൂട്ടാനും ഒക്കെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വാഴയില ഒന്ന് കീറിപ്പോയായിരുന്നു. സാരമില്ല, ഞാൻ നല്ലൊരു വാഴയില അച്ചാച്ചനെ വെച്ചിട്ട് എൻ്റേത് കുറച്ചും കൂടെ കീറിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ക്യാബേജും ക്യാരറ്റും തോരൻ, പിന്നെന്താണ് നമ്മുടെ ബീൻസ് മെഴുക്കുവരട്ടി, ചമ്മന്തി, ഇതാണ് കേട്ടോ നമ്മുടെ മെയിൻ ആള്. നമ്മുടെ കാട്ടുപോത്ത് കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മത്തി വറുത്തത്, മുട്ട പൊരിച്ചത്, നല്ല അടിപൊളിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് എങ്ങനെ പൊതിയണമെന്ന് അറിഞ്ഞുകൂടായിരുന്നു. കാരണം ഞാൻ ആദ്യമായിട്ടാണ് വാഴയിലേക്കകത്തൊക്കെ ചോറെടുത്തിട്ട് പൊതിയാൻ നോക്കുന്നുണ്ടോ. അപ്പോൾ എനിക്ക് ആദ്യം ഒരു കൺഫ്യൂഷൻ വന്നു, മൊത്തത്തിൽ പൊതിയണോ അതോ ആദ്യം, അങ്ങനെ ഒരു ഇത് വന്നു. പിന്നെ എങ്ങനെ ഒതും പൊതിഞ്ഞു വെച്ചു കേട്ടോ. എന്നിട്ട് ഇപ്പം നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് ചൂട്? എന്ത് ചെയ്യും നമ്മളിനി എങ്ങനെയുണ്ടായിരുന്നു ഡ്യൂട്ടി? തിരക്കുണ്ടായിരുന്നോ? പോടാ. ചോറ് കഴിക്കാം. ചോറ് ചുമ്മാ രസം കഴിക്കാം. പിന്നെ ഞാൻ ഉണ്ടാക്കിയതാ നിനക്ക് സർപ്രൈസ് തരാൻ വേണ്ടി. കുറച്ചു നാളായി ആഗ്രഹിക്കുന്നു പൊതിച്ചോറ് കഴിക്കണോ. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇന്നലെ ഞങ്ങള് പോയി ഇലയൊക്കെ വാങ്ങിച്ചു. മുറി കിടന്നോണ്ട് നല്ല തണുപ്പുണ്ട് രസമായിരിക്കും. അയ്യോ, വാഴയിലേക്ക് 1.25 എന്റെ വാഴയില കീറി പോയി ഗായ്സ്. സ്കൂളിൽ പഠിക്കുമ്പോൾ ഇലക്കകത്ത് കൊണ്ടുവന്ന് വേണം. കുറച്ച് ദിവസമായി വാഴയില കഴിക്കും. എന്റെ വാഴയില കുറച്ച് വാഴയില മണം അടിച്ചാൽ മതി. മുട്ട ഓംപ്ലേറ്റ്, ഇത് മത്തി ഫ്രൈ, കാട്ടുപോത്ത് ഫ്രൈ, ചമ്മന്തി, മോരുകറിയുണ്ട്, വേണ്ടല്ലോ. ഒരു രക്ഷയില്ല, സൂപ്പർ, അമേസിങ്. മുട്ടാൻ പറ്റത്തില്ല. നമ്മളന്ന് പുറത്തുനിന്ന് വാങ്ങിച്ച പൊതിച്ചോറിനേക്കാളും ടേസ്റ്റ് ഉണ്ടല്ലേ? അതെനിക്ക് ഇഷ്ടമായില്ല. എനിക്കും ഇഷ്ടമായില്ല. ഞാൻ നമ്മളന്ന് കൊതിച്ചിട്ട് ഒരു ദിവസം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചു ഒരു ഹോട്ടലിൽ നിന്ന്. ഇഷ്ടമായില്ല. കുറെ കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഒരു നല്ല ഒരുമാതിരി കുഴഞ്ഞു പറഞ്ഞിരുന്ന കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ഒരു ആഗ്രഹത്തിന്റെ പേരിൽ ഉണ്ടാക്കിയതാണ് ഞാൻ ആദ്യമായിട്ട് പൊതിച്ചോറ് ഉണ്ടാക്കുന്നത്. സ്കൂളിൽ പഠിച്ചപ്പം ഇങ്ങനെ വാഴയിലേക്കകത്തൊന്നും കൊണ്ടുപോയിട്ടില്ല. പക്ഷെ ഇങ്ങനെ 1-2 പെൺപിള്ളേർ കൊണ്ടുവരുമായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ആൺപിള്ളേർ കൊണ്ടുവരുമായിരുന്നു. നമുക്ക് പിന്നെ സ്റ്റീലിന്റെ പാത്രമായിരുന്നു. എനിക്ക് സ്റ്റീലിന്റെ പാത്രം ഉണ്ടായിരുന്നു. ഓർമ്മയില്ല. സ്റ്റീലിന്റെ പാത്രം ഉണ്ടായിരുന്നു. ചില സിറ്റുവേഷനിൽ എനിക്കത് ചെയ്ത് അതൊക്കെ ഇത് തുറന്നപ്പോൾ ഒരു മണം ഉണ്ടല്ലോ.
ഇല വാടിയിട്ട് ഒരു പ്രത്യേക ഒരു മണം. നമുക്ക് ഇഷ്ടമുള്ള മെഴുക്കോട്ടയും തോരനും മീൻ വറുത്തതും പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം കാട്ടുപോത്തിന്റെ ഫ്രൈ ചെയ്തത്. ഈ മത്തിക്ക് ഹീറോ ആണ്, ഹീറോ. ഒരു രക്ഷയില്ല. ചോറ് കഴിക്കണം, നല്ലൊരു പൊതിച്ചോറ്. ചില നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീല് കണ്ടിട്ട് ഓരോരുത്തർ ഇങ്ങനെ ഭയങ്കരമായിട്ട് അടിപൊളിയാണ് സൂപ്പറാണ് എന്നൊക്കെ പറയുമ്പോ എനിക്ക് ഭയങ്കര കൊതിയാട്ടോ അങ്ങനെ കഴിക്കാനായിട്ട്. അപ്പോഴേ ഞാൻ വിചാരിച്ചു ബീഫും മുട്ടയും മീനും ഒക്കെ വറുത്തിട്ടുള്ള ഒരു പൊതിച്ചോറ് കഴിക്കണം. വേറെ ഒരുപാട് നമുക്ക് എന്താ പറയാ സാധനങ്ങൾ വേണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള കറികളെല്ലാം കൂടെ വെച്ചിട്ട് ഒരു ഇലച്ചോറ് ആണ് ഇന്ന് ഞാൻ സെറ്റ് ചെയ്തത്. സൂപ്പർ. ഇനിയിപ്പോ വീഡിയോ ഇത് കൂടുതലൊന്നും എടുക്കുന്നില്ല, ഇത്രേ ഉള്ളൂ. ഇവിടെ കൊണ്ട് നമ്മൾ വീഡിയോ തീർക്കുകയാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ.